സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഓണസമ്മാനമായി 2 മാസത്തെ ക്ഷേമ പെൻഷൻ 1700 കോടി അനുവദിച്ചു. RSSുമായി തൃശൂരിൽ ബന്ധമുണ്ടാക്കിയത് കോൺഗ്രസ് MP ഗോവിന്ദൻ. ആർട്ടിക്കിൾ 370 കഴിഞ്ഞുപോയ സംഭവം തിരിച്ചുവരാൻ അനുവദിക്കില്ല അമിത്ഷാ. കെനിയയിൽ ഹോസ്റ്റൽ കെട്ടിടത്തിൽ തീപിടുത്തം, 17 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. മങ്കി മലേറിയ ആറളത്ത്, ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധന ആശങ്ക വേണ്ട. ജീവനക്കാർക്ക് 4000 രൂപ ബോണസ്, 2750 രൂപ ഉത്സവബത്ത. കുടുംബശ്രീ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഓണം ഉത്സവബത്തയായി 1000 രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ 5 ദേശീയ ആശുപത്രികൾക്ക് ദേശീയ ഗുണനിലവാരം അംഗീകാരം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ കൂടി അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായിരിക്കുകയാണ്. 1700 കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചതെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 62.7 ലക്ഷം പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. 3200 രൂപയാണ് നാളെ മുതൽ ഓണസമ്മാനമായിട്ട് പെൻഷൻ വിതരണം നടത്തുക എന്നും ധനകാര്യമന്ത്രി പറഞ്ഞു. നേരത്തെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സഹകരണ ബാങ്ക് വഴിയും മറ്റുള്ളവർക്ക് അവരുടെ അക്കൗണ്ട് വഴിയും ഇതിലേക്ക് എത്തിച്ചേരും എന്നാണ് ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത്. വ്യവസായ രംഗത്ത് വീണ്ടും കുതിപ്പുമായി കേരളം. കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസായ രംഗത്തെ കുതിപ്പിന്റെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിശദമായ വാർത്തയുമായി സ്വന്തം ലേഖ അശ്വനെ കുറിച്ച്. വ്യവസായ സംരംഭകർക്ക് സൗഹൃദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ കേരളം രാജ്യത്ത് ഒന്നാമത്. ചരിത്രത്തിലാദ്യമായാണ് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ 2020 കേരളം 28ാം സ്ഥാനത്തായിരുന്നു. 2001-ൽ 13 പടികൾ കയറി കേരളം 15ാമതെത്തി. 2022-23 വർഷത്തെ പട്ടികയിലെ ഒറ്റയടിക്ക് 14 പടികൾ കയറി കേരളം അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയത്. ആന്ധ്രയാണ് പട്ടികയിൽ 2ാമത്. 3ാമത് ഗുജറാത്തും. വ്യവസായ സമാഗമം എന്ന പേരിൽ വ്യാഴാഴ്ച ചേർന്ന സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് കേരളത്തിന്റെ നേട്ടം പ്രഖ്യാപിച്ചത്. കേരളത്തിനുള്ള പുരസ്കാരം വ്യവസായ മന്ത്രി P രാജീവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നും ഏറ്റുവാങ്ങി. നൂതന പരിഷ്കാരങ്ങളിലൂടെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള പ്രക്രിയകൾ ഏകോപിപ്പിച്ചും വ്യവസായികൾക്കും പൗരന്മാർക്കും കാര്യക്ഷമമായ സേവനങ്ങൾ ഒരുക്കിയും കേരളം, ആന്ധ്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ യോഗത്തിൽ പറഞ്ഞു. വ്യവസായ പരിഷ്കാര കർമ്മ പദ്ധതി പ്രകാരം ഓരോ സംസ്ഥാനവും സ്വീകരിക്കുന്ന നടപടികൾ പരിഗണിച്ചാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടിക തയ്യാറാക്കുന്നത്. ഇതിനായി പരിഗണിച്ച 30 സൂചികകളിൽ 9ലും കേരളത്തിന് ഒന്നാമതെത്താനായി. ആന്ധ്ര 5ഉം ഗുജറാത്ത് 3ഉം മേഖലകളിലാണ് ഒന്നാമതെത്തിയത്. വ്യവസായ കേന്ദ്രീകൃത പരിഷ്കാരങ്ങൾ, മുതിർന്ന പൗരന്മാരെ കേന്ദ്രീകരിച്ചുള്ള പരിഷ്കാരങ്ങൾ, ഓൺലൈൻ ഏകജാലക സംവിധാനം, നികുതി അടയക്കൽ സംവിധാനങ്ങൾ, ഓൺലൈൻ സർട്ടിഫിക്കറ്റ് വിതരണം, പൊതുവിതരണ സംവിധാനം, ഗതാഗതം തുടങ്ങിയ 9 മേഖലകളിലാണ് കേരളം ഒന്നാമതെത്തിയത്. സംസ്ഥാനത്തെ 5 ആശുപത്രികൾ കൂടി ദേശീയ ഗുണനിലവാര പട്ടികയിൽ വന്നു. ഇന്നലെയാണ് വ്യവസായ രംഗത്ത് വൻകുതിപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തെ രാജ്യത്തെ 1ാം സ്ഥാനം, വ്യവസായ രംഗത്തെ 1ാം സ്ഥാനം കേരളത്തിൽ നേടിയത്. അതിനു പിന്നാലെയാണ് കണ്ണൂർ ഉൾപ്പെടെയുള്ള 5 ആശുപത്രികളുടെ ഗുണനിലവാര പട്ടികയിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളുമായിട്ട് വിദ്യാപ്രതീഷ് കൂടി ചേരുന്നു. 5 ജില്ലാ ആശുപത്രികൾ, 4 താലൂക്ക് ആശുപത്രികൾ, 9 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ, 41 നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, 118 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് NQAS അംഗീകാരം നേടിയിട്ടുള്ളത്. 8 വിഭാഗങ്ങളിലായി 6500ഓളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ഒരു ആശുപത്രിയെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. NQAS അംഗീകാരത്തിന് 3 വർഷ കാലാവധിയാണുള്ളത്. 3 വർഷത്തിന് ശേഷം ദേശീയതല സംഘത്തിന്റെ പുനഃപരിശോധന ഉണ്ടാകും. കൂടാതെ വർഷാവർഷം സംസ്ഥാനതല പരിശോധനയും ഉണ്ടാകും. NQAS അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും മറ്റു ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് 10,000 രൂപ എന്ന നിലയിലും വാർഷിക ഇൻസെന്റീവ് ലഭിക്കും. ആശുപത്രി വികസനത്തിന് ഇത് കൂടുതൽ സഹായിക്കും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. അഴീക്കോട് നിയോജക മണ്ഡലം പ്രത്യേക തൊഴിൽ പദ്ധതി സംഘാടക സമിതിയായി. കേരള നോളജ് ഇക്കണോമി മിഷനുമായി ചേർന്ന് അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. യോഗത്തിൽ KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു.
കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല പദ്ധതി വിശദീകരിച്ചു. മിഷൻ റീജിയണൽ പ്രോഗ്രാം മാനേജർ ഡയാന തങ്കച്ചൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T സരള, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K അജീഷ്, PP ഷമീമ, AV സുശീല, K രമേശൻ, മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ സൗമ്യ, ഗോവിന്ദ പൊതുവാൾ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർ, വാർഡ് മെമ്പർമാർ, CDS മെമ്പർമാർ എന്നിവരും സംബന്ധിച്ചു. സംഘാടക സമിതി ഭാരവാഹികൾ ചെയർമാൻ KV സുമേഷ് MLA, ജനറൽ കൺവീനർ സീമ K, BDO കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകളിൽ സംഘാടക സമിതി രൂപീകരിച്ച് പഞ്ചായത്തിൽ ഫെസിലിറ്റേഷൻ സെന്റർ തുറന്നു പ്രവർത്തിക്കും. മണ്ഡലത്തിൽ നിന്നും നോളജ് മിഷന്റെ DWMS പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത 7804 തൊഴിലന്വേഷകരെ നോളജ് മിഷന്റെ വിവിധ സേവനങ്ങളിലൂടെ തൊഴിൽ സജ്ജരാക്കി വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ എത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പുസ്തക പ്രകാശനവും പ്രഭാഷണവും നാളെ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതൃത്വത്തിൽ MM ഉമ്മന്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ ഇന്ന് പ്രകാശിതമാവും. വൈകിട്ട് 4:30 ജവഹർ ലൈബ്രറിയിൽ കൈരളി പുസ്തകോത്സവ വേദിയിൽ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് PP സദാനന്ദൻ, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി M ബാലന് നൽകി പുസ്തകം പ്രകാശനം ചെയ്യും. സാമ്പത്തിക കുറ്റകൃത്യങ്ങളും സാങ്കേതിക വിദ്യയും എന്ന വിഷയത്തിൽ PP സദാനന്ദൻ പ്രഭാഷണം നടത്തും. CP ഹരീന്ദ്രൻ പുസ്തക പരിചയം നടത്തും. പരിഷത്ത് വായനശാല നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയിൽ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ, സെക്രട്ടറി PT രാജേഷ്, വായനശാല പ്രസിഡന്റ് PK സുധാകരൻ എന്നിവർ സംസാരിക്കും. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4000 രൂപ ബോണസ് ലഭിക്കും. ബോണസിന് അർഹത ഇല്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തിയായി 2750 രൂപയും നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്തിയായി 1000 രൂപ അനുവദിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും. പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഉത്സവ ബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവ ബത്ത ലഭിക്കുന്നതായിരിക്കും. 13 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം എത്തുക. കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്തേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം. കഴിഞ്ഞ വർഷം അനുവദിച്ച എല്ലാ ആനുകൂല്യങ്ങളും ഇത്തവണയും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ കുടുംബശ്രീയുടെ കീഴിലുള്ള 34,627 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ സർക്കാരിന്റെ പിന്തുണ. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഉത്സവ ബത്തിയായി തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും 1000 രൂപ വീതം അനുവദിക്കുന്നതിന് കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയ്ക്ക് അനുമതി നൽകി. ഉത്തരവായി. 2023 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഉത്സവ ബത്ത അനുവദിച്ചിരുന്നു. സമാന രീതിയിൽ ഈ വർഷവും ഉത്സവ ബത്ത ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയത് പരിഗണിച്ചാണ് നടപടി. നിയുക്തി മെഗാ തൊഴിൽ മേള നാളെ തിരുവനന്തപുരത്ത്. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി എംപ്ലോയ്മെന്റ് വകുപ്പ് നിയുക്തി 2024 മെഗാ തൊഴിൽ മേള നടത്തുന്നു. വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ വെച്ച് നടത്തുന്ന മേളയിൽ ടെക്നോ പാർക്ക്, ഹോസ്പിറ്റാലിറ്റി, പാരാമെഡിക്കൽ, ഓട്ടോമൊബൈൽ, ഫിനാൻസ്, മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള 75 പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്നു. SSLC, +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, ITI, ഡിപ്ലോമ, BTech, ജനറൽ നഴ്സിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ്, പാരാമെഡിക്കൽ, MBA, MCA തുടങ്ങി വിവിധ യോഗ്യതയുള്ളവർക്ക് തൊഴിൽ മേളയിൽ അവസരമുണ്ട്. തൊഴിൽ പരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമുള്ള 5000ഓളം ഒഴിവുകൾ ലഭ്യമാണ്. മേളയിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ സൗജന്യമാണ്. രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ പോയ ഉദ്യോഗാർത്ഥികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ അഡ്മിറ്റ് കാർഡും ബയോഡാറ്റയുമായി രാവിലെ 9 മണിക്ക് കോളേജിലെത്തണം. തൊഴിൽ മേള പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കെനിയയിൽ സ്കൂളിലെ ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയിൽ 17 വിദ്യാർത്ഥികൾ ദാരുണ്യാന്ത്യം. 14 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. നയേരി കൗണ്ടിയിലെ ഹിൽസൈഡ് എൻഡ്രാഷ പ്രൈമറി സ്കൂളിലാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുന്നതിനായി CID ഡെപ്യൂട്ടി ഡയറക്ടർ ജോൺ ഓൻയാങ്കോ, ഹോമിസൈഡ് ഡയറക്ടർ മാർട്ടിൻ യുഗോട്ടോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘത്തെ വിന്യസിച്ചു. വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഡോർമെറ്ററികളിലൊന്നിന് തീപിടിച്ചതാണ് മരണസംഖ്യ ഉയർത്തിയത്. 5നും 12നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് ബോർഡിംഗ് സ്കൂളിൽ ഉണ്ടായിരുന്നത്. മരിച്ചവരെ തിരിച്ചറിയാനായിട്ടില്ല.
സ്കൂളിൽ അഗ്നിബാധയുണ്ടായത് ഞെട്ടലുണ്ടാക്കിയെന്നും സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിടുന്നതായും കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടനാ പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 കഴിഞ്ഞുപോയ സംഭവമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ആർട്ടിക്കിൾ 370 ചരിത്രമായി മാറിയെന്നും ഒരിക്കലും തിരിച്ചുവരാൻ അനുവദിക്കില്ലെന്നും അമിത് ഷാ പറഞ്ഞു. ജമ്മുകാശ്മീർ നിയമസഭ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അമിത് ഷാ. ആർട്ടിക്കിൾ 370 ഭരണഘടനയുടെ ഭാഗമല്ല. യുവാക്കളുടെ കയ്യിൽ ആയുധങ്ങൾ നൽകിയത് 370 വകുപ്പാണ്. യുവാക്കളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടത് ആർട്ടിക്കിൾ 370 ആണ്. മോദി സർക്കാരിന്റെ പ്രധാന ഭരണ നേട്ടങ്ങളിലൊന്നാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതെന്നും അമിത് ഷാ പറഞ്ഞു. ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞതിന് ശേഷം ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ 3 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ്. തൃശൂർ പൂരം വിവാദത്തിൽ ബി.ജെ.പിയുമായി സി.പി.ഐ.എം ധാരണയുണ്ടാക്കിയെന്നത് കള്ളക്കഥയാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. പാർട്ടിയെ തകർക്കുന്നതിനായി അജണ്ട വച്ച് നടത്തുന്ന വ്യാജ പ്രചാരണമാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർ.എസ്.എസുമായി തൃശൂരിൽ ബന്ധമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും എം.വി. ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂരിലും കോൺഗ്രസ് വോട്ട് വാങ്ങിയാണ് ബി.ജെ.പി വിജയിച്ചത്. മുൻപ് നേമത്തിൽ ബി.ജെ.പി ജയിച്ചതും അങ്ങനെ തന്നെ. ഈ വസ്തുതകളൊക്കെ മൂടിവയ്ക്കാനാണ് സി.പി.ഐ.എം ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കിയെന്ന പുതിയ ആരോപണം. ഇത് കൊട്ടിഘോഷിക്കാൻ ചില മാധ്യമങ്ങൾ രംഗത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും എ.ഡി.ജി.പിയെ അടിസ്ഥാനപ്പെടുത്തി ആർ.എസ്.എസും ബി.ജെ.പിയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലിങ്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വേണ്ടി എ.ഡി.ജി.പി ആർ.എസ്.എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് ശുദ്ധ അസംബന്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. മങ്കി മലേറിയ രോഗം ബാധിച്ച് കുരങ്ങന്മാരുടെ മരണം റിപ്പോർട്ട് ചെയ്ത് ആറളം. വന്യജീവി സങ്കേതത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസ് സംഘം പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് DMO ഡോക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാട് അറിയിച്ചു. ആറളം വന്യജീവി സങ്കേതത്തിന്റെ ഭരണകാര്യ കെട്ടിടത്തിന് സമീപം കഴിഞ്ഞയാഴ്ചയാണ് 4 കുരങ്ങന്മാരുടെ ജഡം കാണപ്പെട്ടത്. വയനാട് കുപ്പാടിയിലെ വനം വകുപ്പിന്റെ ലാബിൽ നടന്ന പരിശോധനയിലാണ് മങ്കി മലേറിയ സ്ഥിരീകരിച്ചത്. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ KC സച്ചിന്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുമുള്ള സംഘമാണ് ആറളത്ത് പരിശോധന നടത്തിയത്. ആറളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് വാർഡനുമാണ് രമ്യ രാഘവനിൽ നിന്നും സംഘം വിവരം ശേഖരിച്ചു. തുടർന്ന് ചീങ്കണ്ണിപ്പുഴയുടെ തീരങ്ങളിലും ജീവനക്കാരുടെ താമസ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടുകളിലും കൊതുകുകളുടെ ലാർവയെ കണ്ടെത്തിയതിനുള്ള പരിശോധന നടത്തി. മങ്കി മലേറിയ മനുഷ്യരിലേക്ക് പകരുന്നതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് സംഘം അറിയിച്ചു. കൊതുക് വഴിയാണ് മങ്കി മലേറിയയും പകരുന്നത്. നിലവിൽ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആർക്കും തന്നെ പനിയോ മറ്റു ലക്ഷണങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആറളം വന്യജീവി സങ്കേതം സമീപം താമസിക്കുന്നവരിൽ പനി റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് മലേറിയ പരിശോധന നടത്താൻ തീരുമാനിച്ചു. രോഗസ്ഥിരീകരണം നടത്തുന്നതിന് വനംവകുപ്പ് സ്വീകരിച്ച ക്രിയാത്മക ഇടപെടലിനെ DMO അഭിനന്ദിച്ചു. മങ്കി മലേറിയ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ DFOയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ജീവനക്കാർക്ക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.